ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഈ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 2 minutes ആയിരിക്കും, മാക്സിമം 2 minutes. കാരണം മറ്റൊന്നല്ല, 9th CBSE മാത്തമാറ്റിക്സിൽ ക്വാഡ്രിലേറ്ററൽസ് എന്ന ചാപ്റ്ററിൽ നിങ്ങളെല്ലാവരും പഠിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താ? എനി ഐഡിയ? മിഡ് പോയിന്റ് തിയറം ആണോ? അല്ല. ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത് എന്താ? ഒന്ന് മിഡ് പോയിന്റ് തിയറം, ഉറപ്പായിട്ടും ഒന്ന് മിഡ് പോയിന്റ് തിയറാണ്. പിന്നുള്ളത് ഈ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൂഫും കാര്യങ്ങളൊക്കെയാണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ക്വാഡ്രിലേറ്ററൽസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലേറ്ററൽസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നു, ക്രൈറ്റ്, പിന്നെ പാരലോഗ്രാം തന്നെ നമ്മൾ റെക്ടാംഗിൾ പറയും, സ്ക്വയർ പറയും, പിന്നെ അതേപോലെ തന്നെ ദ അതർ വൺ റോംബസ് പറയും. ഇതിനൊക്കെ ഓരോ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസിൽ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ അല്ലാണ്ടുള്ള MCQs, അതേപോലെ തന്നെ ഓരോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ആംഗിൾ, മറ്റേ ആംഗിൾ, മറിച്ച ആംഗിൾ, മറ്റേ ഡയഗണൽ, മറിച്ച ഡയഗണൽ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിലൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ആവശ്യമുണ്ട്. അപ്പം ഈ പ്രോപ്പർട്ടീസ്, ക്വാഡ്രിലേറ്ററൽസിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് പഠിക്കാനും അത് ഓർമ്മയിൽ വെക്കാനും നിങ്ങളിൽ പലരും നല്ല രീതിക്ക് ബുദ്ധിമുട്ടതായിട്ട് പൊതുവെ മനസ്സിലാവുന്നുണ്ട്. കുട്ടിക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പ്രോപ്പർട്ടീസ് ആർക്കും വലിയ ഐഡിയ അല്ല, അത് മറന്നു പോകുന്നുണ്ട് പലരോടും. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് അപ്പ് ആയി പോകുന്നു, അതായത് കൺഫ്യൂഷൻ ആയി പോകുന്നു. ചിലത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും, ചിലത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യില്ല, ചിലത് പെർപെൻഡിക്കുലർ ആയിരിക്കും, ചിലത് പെർപെൻഡിക്കുലർ ആയിരിക്കില്ല. അപ്പോൾ അത് ലൈക്ക് നിങ്ങളുടെയും പ്രശ്നമല്ല, സത്യം പറയുകയാണെങ്കിൽ നിങ്ങളത് പഠിക്കുന്നതിന്റെ പ്രശ്നമാണ്, നിങ്ങൾ പഠിക്കുന്ന രീതിയുടെ പ്രശ്നമാണ്. നിങ്ങൾ കമ്പയർ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പേജ് എടുക്കും, അവിടെ പാരലോഗ്രാമിന്റെ പഠിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും, അവിടെ റോംബസിന്റെ പഠിക്കും, പക്ഷെ അപ്പോഴത്തേക്ക് പാരലോഗ്രാം നിങ്ങൾ മറന്നിട്ടുണ്ടാവും. അതാണ് പ്രശ്നം സംഭവിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഒരു പേജ് തന്നെ എല്ലാം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മെമ്മറിയിൽ നിൽക്കും. അതിനാണ് ഈ വീഡിയോ. യെസ്, ഈ പേജ് കണ്ടോ നിങ്ങൾ? ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലാണ് നിങ്ങൾ ലൈവ് കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ ഫോണിലാണെങ്കിൽ ജസ്റ്റ് ഫോൺ ഒന്ന് ഹൊറിസോണ്ടലാക്കി പിടിച്ചിട്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് PC-യിലാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ പ്രോപ്പർട്ടീസ് ഓഫ് ക്വാഡ്രിലേറ്ററൽസ്, ഈ ഒരു ടേബിള് കൃത്യമായിട്ടൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പ്രോപ്പർട്ടീസും കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാരലോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ ആണെങ്കിൽ യെസ്. ഇനി അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ, നോ, ടിക്ക്, ക്രോസ്. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണോ? ആണ്, ടിക്ക്. അഡ്ജസൻറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണോ? ആണ്, ടിക്ക്. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും കമ്പയർ ചെയ്യാം. പാരലോഗ്രാമിൻ്റെ ആണ്, റോംബസിൻ്റെ ആണ്, റെക്റ്റാങ്കിളിൻ്റെതും ആണ്, സ്ക്വയറിൻ്റെതും ആണ്. പക്ഷെ ട്രപ്പീസിനല്ല, അഡ്ജസൻറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി അല്ല, കൈറ്റിനും അല്ല. ഇങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് ഈസി ആയിട്ട് ഇത് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഏതിനൊക്കെയാണ് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്, ഓക്കെ ഇതിന് വരുന്നുണ്ട്, മറ്റേ വരുന്നില്ല, അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. സോ ഈ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി നിഞ്ച ബാച്ചിലുള്ള കുട്ടികൾക്ക് തന്നു കഴിഞ്ഞു. ഈ പേജിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഞാൻ തന്നു കഴിഞ്ഞു. നിഞ്ച ബാച്ച് എന്താ അറിയില്ലേ? സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൻ്റെ പേരാണ് നിഞ്ച ബാച്ച്. സൈലന്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത് വെറും 3000 സംതിങ് മാത്രമാണ്. എല്ലാ സബ്ജക്റ്റിനും കൂടെ, അതായത് സയൻസ് സബ്ജക്ട്സ്, മാത്സ് സബ്ജക്ട്സ്, സോഷ്യൽ സ്റ്റഡീസ്, ഇതിനെല്ലാത്തിനും കൂടെ വരുന്ന ഫീസാണ് ഈ പറഞ്ഞ 3000 സംതിങ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു കൊല്ലത്തേക്ക് ഫുള്ളായിട്ടാണ് വരുന്ന ഫീസ്. ഓക്കെ, സോ ആ ഒരു ബാച്ചിൽ നമ്മൾ ഓൾറെഡി ഈ ക്വാഡ്രിലേറ്ററൽസിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് എടുത്ത് വെക്കുക. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ക്ലാരിറ്റി ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് എഴുതിയെടുത്താലും മതി. സ്ക്രീൻഷോട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് എഴുതിയെടുക്കുക, ഒരു ടേബിളായിട്ട് തന്നെ എഴുതിയെടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ഇത് വായിച്ചു പഠിക്കുക. മറന്നു പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉറപ്പായിട്ടും ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. ചാപ്റ്റർ വൈസ് എക്സാംസ് ആണെങ്കിൽ എന്തായാലും, ചാപ്റ്റർ വൈസ് എക്സാംസ് ആണെങ്കിൽ മേ ബി മോർ ദാൻ 4 ക്വസ്റ്റ്യൻസ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് തന്നെ ഉണ്ടാവും. പ്രോപ്പർട്ടീസിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെ എന്തായാലും ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ നല്ല രീതിക്ക് പഠിച്ചോളാം. ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിച്ചെടുത്തോളാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടത്. ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടരുത് എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് ഇത് നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ എത്തിച്ചത്. സോ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നല്ല രീതിക്ക് പഠിച്ചോളാം, നല്ല രീതിക്ക് മാർക്ക് വാങ്ങിക്കോളാം. ഓൾ ദ ബെസ്റ്റ് മക്കളെ.